ആണ്ടുവട്ടത്തിലെ 4-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വിചിന്തനം പ്രധാനമായി 5 കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. 1. സൗഭാഗ്യമല. യഹൂദ മതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട ക്രൈസ്തവർക്ക് വേണ്ടിയാണ് വിശുദ്ധ മത്തായി സുവിശേഷ രചന നടത്തിയിരിക്കുന്നത്. യഹൂദർക്ക് ഏറെ സുപരിചിതനാണ് മോസസ്. സീനായ് മലയിൽ നിന്ന് 10 കൽപ്പനകൾ സ്വീകരിച്ചു വരുന്ന മോസസിൻ്റെ ഓർമ്മ ഉണർത്തി യേശുവിനെ പുതിയ മോസസായി ഉണർത്താൻ മത്തായി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അഷ്ടസൗഭാഗ്യങ്ങൾ നൽകാൻ യേശുവിനെ മത്തായി മലയിലിരുത്തുന്നതും യഹൂദ ഗുരുക്കളെപ്പോലെ സംസാരിപ്പിക്കുന്നതും. മത്തായി 5:1. എന്നാൽ യേശു സൗഭാഗ്യങ്ങൾ നൽകുന്നത് സമതല പ്രദേശത്തു നിന്നാണെന്ന് വിശുദ്ധ ലൂക്കാ പറയുന്നു. 2. അഷ്ടസൗഭാഗ്യങ്ങൾ. ദൈവരാജ്യം ദൈവത്തോടുകൂടെ എങ്ങനെ പണിയണമെന്നും അതിൽ പ്രവേശിക്കേണ്ടവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നും യേശു ഈ സൗഭാഗ്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു. 3. അഷ്ടസൗഭാഗ്യങ്ങളുടെ അവതരണ രീതി. നാമൊക്കെ സാധാരണയായി ചെയ്യുക, പറയേണ്ട കാര്യങ്ങൾ ആദ്യം അക്കമിട്ട് 1, 2 എന്ന രീതിയിൽ അവതരിപ്പിക്കും. എന്നിട്ട് ആദ്യം മുതൽ ഓരോന്നിൻ്റെയും വിശദീകരണം നൽകും. എന്നാൽ യഹൂദ ശൈലി നേരെ തിരിച്ചാണ്. അവസാനം മുതൽ വിശദീകരണം തുടങ്ങും. അങ്ങനെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങളും ഗിരിപ്രഭാഷണങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നത്. മത്തായി 5:12 സഹനമാണ് സൗഭാഗ്യമെന്ന് യേശു പറയുന്നു. ഇതാണ് ഇന്ന് നമ്മൾ കൂടുതലായി വിശദീകരിക്കുവാനായി ആഗ്രഹിക്കുന്നത്. സഹനവും സ്നേഹവും ഒന്നു ചേരുമ്പോൾ ഒരാൾ ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറുന്നു. സഹനം സൗഭാഗ്യമായി മാറാൻ സഹനത്തിലൂടെ കടന്നു പോകണം. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലം വലുതായിരിക്കും, ഇരട്ടിയായിരിക്കും എന്നാണ് മത്തായി 5:12 ഓർമ്മപ്പെടുത്തുന്നത്. സഹനങ്ങളെ മഹത്വമാക്കി രൂപപ്പെടുത്തുന്നവൻ ശിഷ്യൻ എന്നാണ് യേശു പറയാൻ ആഗ്രഹിക്കുന്നത്. 4. സഹനം സൗഭാഗ്യമാകാൻ അനുദിന ജീവിതത്തിലെ 2 പ്രതീകങ്ങൾ യേശു ഉപയോഗിക്കുന്നു. 4-1. ക്രിസ്തു ശിഷ്യൻ ഭൂമിയുടെ ഉപ്പ്. യേശുവിൻ്റെ കാലത്ത് സാധാരണ മനുഷ്യർ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായി തങ്ങളുടെ ഭവനങ്ങളിലെ തറയിലെ ഓടിളക്കി ഉപ്പ് വിതറുകയും തുടർന്ന് ഓടുകൾ പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു. ആ തറയിൽ ഉറങ്ങുമ്പോൾ അവർക്ക് ഊഷ്മളതയും ചൂടും തണുപ്പിൽ നിന്ന് സംരക്ഷണവും ലഭിച്ചിരുന്നു. എന്നാൽ നാളുകൾ കഴിയുമ്പോൾ ഉപ്പിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുകയും തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ അവർ തറവോടിളക്കി ഉപ്പിനെ പുറത്തേക്ക് എറിഞ്ഞു കളയുകയും വഴിയാത്രക്കാരുടെ ചവിട്ടേൽക്കാൻ ഉപ്പ് വിധിക്കപ്പെടുകയും ചെയ്യുന്നു. 4-2 ക്രിസ്തു ശിഷ്യൻ ലോകത്തിൻ്റെ പ്രകാശം. ജബൂസ്യരിൽ നിന്ന് ദാവീദ് രാജാവ് പിടിച്ചെടുത്ത 7 കുന്നുകളാണ് ജെറൂസലേം പട്ടണം. ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്ന വഴികളിൽ തെരുവുവിളക്കുകൾ ക്രമീകരിച്ചിരുന്നു. ആ പ്രദേശത്തുകൂടി പോകുന്നവർക്ക് തെരുവുവിളക്കുകൾ പ്രകാശം നൽകിയിരുന്നു. 5. മേൽപ്പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു ശിഷ്യൻ അനുദിനം ഉപ്പും പ്രകാശവും ആകേണ്ടവനാണ്. ഉപ്പില്ലാ പണ്ടം കുപ്പയിലെ എന്നാണ് ചൊല്ല്. ഉപ്പ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമാണ്. ഉപ്പില്ലാതെ ആഹരിക്കാൻ ആരും ഒരിക്കലും സന്നദ്ധരാകില്ല. ഉപ്പ് ഭക്ഷണ പദാർത്ഥങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ വേണ്ടി അവയോട് അലിഞ്ഞ് ഇല്ലാതാകുന്നു. ഉപ്പ് രുചി പകരുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ബലം നൽകുന്നു. ഒരു പരൽ ഉപ്പ് നാം വായിൽ വെച്ച് നുണച്ചിറക്കാം. എന്നാൽ കൂടുതൽ ഉപ്പ് നാം വായിലിട്ടാൽ ഉപ്പിനെ തുപ്പിക്കളയും. കാരണം ഉപ്പ് രുചി
പകരുന്നതാണെങ്കിലും ഉപ്പിന് അതിൽ തന്നെ രുചിയില്ല എന്നതാണ് സത്യം. തനിക്കായി ജീവിക്കുന്ന മനുഷ്യരും തുപ്പിക്കളയപ്പെടുന്ന ഉപ്പ് പോലെയാണ്. അവർ പിശാചിൻ്റെ മറുരൂപങ്ങളാണ്, സ്വാർത്ഥതയുടെ ആൾരൂപങ്ങളും. പ്രകാശം നിറയാൻ തിരി കത്തണം. തിരി അതിനുവേണ്ടി ഒന്നും സ്വന്തമായി വയ്ക്കാതെ എല്ലാം എല്ലാവർക്കും വേണ്ടി കത്തിയെരിയുന്നു. ചുറ്റുമുള്ളവർക്ക് ചൂടും പ്രകാശവും നൽകുന്നു. ശുശ്രൂഷയുടെ ഫലമായി നിന്ദ്യരും തിരസ്കൃതരുമാകാം, എങ്കിലും പ്രകാശം നിലനിൽക്കും. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശം ലഭിക്കുമെന്ന കർത്താവിൻ്റെ വചനം. യോഹന്നാൻ 8:32. കുറച്ചുകൂടി അടുത്ത് വായിക്കുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മത്തായി 5:14-15 വരെ. യേശുവാകുന്ന പ്രകാശം സ്വീകരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ യേശുവിനെ പ്രകാശിപ്പിക്കുവാനുള്ള വിളിയാണ് ക്രിസ്തു ശിഷ്യൻ്റേത്. ഉപ്പും പ്രകാശവും അലിയുന്നു, ഇല്ലാതാകുന്നു, കത്തിത്തീരുന്നു, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നു. ധന്യമായ ജീവിതം. ഉപ്പിനെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അലിഞ്ഞില്ലാതായി രൂപഭാവം നഷ്ടപ്പെടുമ്പോൾ ഭൂമിയിൽ പ്രകാശിച്ചു നിൽക്കുന്നവൻ ക്രിസ്തു ശിഷ്യൻ. സഹനത്തിൻ്റെ മുമ്പിൽ പതർന്നവൻ സാത്താൻ. മത്തായി 16:23. പത്രോസിനോട് യേശു പറഞ്ഞു, നീ പിന്നിലേക്ക് മാറി നിൽക്കൂ. മാനുഷിക ചിന്തയ്ക്ക് സഹനവും കുരിശും സ്വീകാര്യമല്ല. ക്രിസ്തു ശിഷ്യനായി തീരേണ്ടത് സഹനമുഖത്താണ്. സഹനം അവൻ്റെ ശിഷ്യത്വ അവകാശവും അനുഗ്രഹവും കടമയുമാണ്. കൂടെയുള്ളവർക്ക് ബലം, ഉന്മേഷം, ഉത്സാഹം, ഊർജം, ഉണർവ്, തണൽ എന്നിവ നൽകുന്നവനാണ് അവൻ. അലിഞ്ഞും എരിഞ്ഞും ഇല്ലാതാകാനുള്ള വിളിയാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് മഹത്വം പ്രാപിക്കുന്നത്. യോഹന്നാൻ 12:24. അഴിയലിലൂടെ, എരിഞ്ഞടങ്ങലിലൂടെ മഹത്വത്തിൻ്റെ രാജവീതിയിലേക്കുള്ള പ്രയാണമാണ് ക്രിസ്തു ശിഷ്യത്വം. ആ ശിഷ്യൻ്റെ കൂടെ എപ്പോഴും സഹനം കൂട്ടിനുണ്ടാകും. ആ സഹനത്തിലൂടെയാണ് ഒരുവൻ ക്രിസ്തു ശിഷ്യനായി തീരുന്നത്. ചുരുക്കത്തിൽ, സഹനമാണ് സൗഭാഗ്യമെന്ന് ക്രിസ്തു ശിഷ്യൻ തിരിച്ചറിയുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുമ്പോഴും അവൻ ജീവിക്കുമ്പോഴുമാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി തീരുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.